ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണുവും ഷാലിനിയും കൂടി സംസാരിക്കുമ്പോൾ വിഷ്ണു ഷാലിനിയോട് പറയണ ഏടോ കാർത്തികയുടെ കാര്യത്തിൽ ഞാനൊരു പണി ചെയ്യാം അവളെ കൊണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു എന്ന വിളി വന്നുവിട്ട്, അതായത് അവളെ കൊണ്ട് ഞാനൊരു ലെറ്റർ എഴുതിക്കാൻ പോകുന്നുണ്ട് എന്ന അർത്ഥത്തിൽ വിഷ്ണു സംസാരിച്ച് തുടങ്ങുന്ന കേട്ടോ. അങ്ങനെ ഈ സമയം വിഷ്ണു എന്ന വിളി കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സത്യഭാമയാണ്. കല്ലിതുള്ളി സത്യഭാമ വരികയാണ്. എന്നിട്ട് പറയണേ, എടി ഏതാനും നിമിഷങ്ങളുള്ളൂ എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കാം, ആ സമയം നീ ഇവനെ ഇങ്ങനെ അട്ട പോലെ പറ്റിയിരിക്കുന്നത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു, അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നത്, നീ മിണ്ടാതിരിക്കടാ, കുറച്ച് നിമിഷങ്ങളുള്ളൂ നിൻ്റെ ഇവളെയും കല്യാണത്തിന്, നിൻ്റെയും കാർത്തികയുടെയും കല്യാണം, ഈ സമയം നിൻ്റെ പിറകെ ഇവള് നടക്കുന്നത് എന്തിനാണ്, എത്ര ആട്ടിയാലും ഇവളെന്താ പോവാത്തത് എന്ന് പറഞ്ഞിങ്ങനെ ചീത്ത പറയുമ്പോൾ ഷാനിക്ക് സങ്കടമാവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിന്നൊന്ന് മാറിത്തരുമോ, എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണമാണെന്ന് പറയുമ്പോൾ വിഷ്ണു ഷാലിനിയുടെ കൈകൾ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഷാലിനിക്ക് ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഭയങ്കര വേദനയാവണം. അങ്ങനെ ഷാലിനി നിറകണ്ണുകളോടുകൂടി സത്യഭാമയുടെ ആ വാക്ക് കേട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എന്നാൽ ഈ സമയം പുറത്ത് ഹർഷൻ ഇങ്ങനെ തൻ്റെ കൂട്ടുകാരനുമായി സംസാരിക്കണം. അങ്ങനെ അവൻ പറയണേ, ഞാനൊരു മധുശ്രീ എന്ന് പറയുന്ന ഒരാളുടെ നമ്പർ തരാം, അവൾക്ക് എല്ലാ ഇടപാടുകളും അറിയാം, ഏതൊരു ചുറ്റു കേസും അവളാണ് കണ്ടുപിടിക്കാറ്, തൻ്റെ കാർത്തികയെ കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിയായിരിക്കും, അവളുടെ നമ്പർ തരാമെന്ന് പറയട്ടോ. അപ്പോൾ ഈ സമയം ശരിയെന്ന് പറഞ്ഞ് ഹർഷൻ ആ നമ്പർ വാങ്ങിയിട്ട് പോവാണ്. എന്നാൽ നിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ, നിൻ്റെ കാർത്തികയെ കണ്ടെത്തിയാൽ നീ എനിക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹർഷനെ പിരിച്ചുവിടുകയാണ്. അങ്ങനെ ഹർഷ തൻ്റെ വണ്ടിയിലോട്ട് കയറുന്ന സമയത്താണ് ഇപ്പുറത്ത് സെക്യൂരിറ്റി ഇങ്ങനെ പറയുന്നത്, ഇയാളിപ്പോൾ എവിടേക്ക് ഞാൻ കണ്ടല്ലോ, ഇപ്പോൾ അയാൾ എങ്ങോട്ടാണ് പോയി എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാം അയാൾ അവിടെ നിൽക്കുന്നു കേട്ടോ, ഹർഷൻ. അങ്ങനെ ഹർഷനെ കണ്ടിടുന്നത് സെക്യൂരിറ്റി, തീർച്ചയായും ആ മേഡം തന്ന ഫോട്ടോയിലുള്ള ആൾ തന്നെയാണ് ഇത് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം അയാളെങ്ങനെ വിളിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഒരുപാട് ലോങ്ങാണ്, ഹർഷനും ഒരുപാട് ലോങ്ങാണ് കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റി ഹലോ ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ ഹർഷനാണെങ്കിലോ ഈ മധുശ്രീയുടെ നമ്പർ പോക്കറ്റിലിട്ടിട്ട് തൻ്റെ പേഴ്സ് ഉള്ളിലോട്ട് വെക്കുമ്പോൾ ID കാർഡ് താഴെ വീഴണേട്ടാ, അതായത് ഹർഷൻ്റെ ID കാർഡായിരിക്കും. അങ്ങനെ ഹർഷൻ കാറ് കയറി പോവുകയും ചെയ്തു. പക്ഷേ സെക്യൂരിറ്റിക്ക് കാണാനും കഴിഞ്ഞില്ല കേട്ടോ. സെക്യൂരിറ്റി പിറകെ വിളിക്കുന്നെങ്കിലും ഹർഷൻ കേൾക്കുന്നില്ല. അങ്ങനെ ഈ സമയം പിറകോട്ട് നോക്കുമ്പോൾ ഷാലിനിയാണ്. അപ്പോൾ ഷാലിനി ചോദിക്കുക, അയാൾ എവിടെയെങ്കിലും കണ്ടോ, മേഡം തന്ന ആൾ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു, അയാൾ കാറെടുത്ത് പോയി എന്ന് പറയട്ടോ. എന്നാൽ ഈ സമയം ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇതാ അയാളുടെ പേഴ്സിൽ നിന്ന് വീണ ID നമ്പറാണ്, അയാളുടെ എല്ലാ ഡീറ്റെയിൽസും എല്ലാം ഇതിലുണ്ടെന്ന് പറയണം. അങ്ങനെ ഷാലിനിക്ക് വലിയ ആശ്വാസമാവാണ്. അപ്പം തന്നെ ഷാലിനി ആ നമ്പറിലോട്ട് വിളിച്ച് നോക്കൂട്ടോ. പക്ഷേ സ്വിച്ച് ഓഫ് എന്നായിരിക്കും കാണിക്കുന്നത്, ഔട്ട് ഓഫ് കവറേജ് അങ്ങനെയുള്ള ആ ഒരു മെസ്സേജുകളായിരിക്കും കേട്ടോ. അങ്ങനെ ഷാലിനിക്ക് ഭയങ്കര വിഷമത്തോടു കൂടി ഷാലിനി അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നീടാണെങ്കിലും ഷാലിനി തൻ്റെ വീട്ടിലോട്ട് ചെന്നിട്ട് ഷാലിനി ഇങ്ങനെ കരയാണ്. അറിയാതെ നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയതാണ്, പിന്നീട് എൻ്റെ മനസ്സിലൊരു ഇടം വിഷ്ണുവേട്ടൻ തന്നു, പിന്നീട് വിഷ്ണുവേട്ടൻ്റെ മനസ്സിൽ ഞാനൊരു ഇടം പിടിച്ചു, നമ്മൾ തമ്മിൽ വിവാഹിതരായി, പിന്നീട് സ്നേഹത്തോടു കൂടിയുള്ള ജീവിതമാണ് എനിക്കെൻ്റെ ഈ ലോകത്ത്, വിഷ്ണുവേട്ടൻ മാത്രമുള്ള, വിഷ്ണുവേട്ടൻ ഇല്ലാത്ത ഒരു ഇത് എനിക്കില്ല. എന്നാൽ വിഷ്ണുവേട്ടനാണെങ്കിലോ എൻ്റെ സങ്കടം മനസ്സിലാക്കുന്നില്ല, ഈ വിവാഹം മുടക്കാൻ ഞാൻ എത്ര ഓടി നടക്കുന്നു, വിഷ്ണുവേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നുണ്ട്, വിഷ്ണുവേട്ടൻ എനിക്കിനി സഹിക്കാൻ കഴിയില്ല, എനിക്ക് വിഷ്ണുവേട്ടനെ വിട്ട് കളയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഷാലി സ്വയം ഇങ്ങനെ കുടുംബശ്രീയിൽ ഇരുന്ന് ഇങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ ഈശ്വര എന്നെ കൈവിടല്ലേ, എൻ്റെ ലാസ്റ്റ് വഴിയാണിത്, അയാളെ കണ്ടെത്തിയിരുന്നെങ്കിൽ തീർച്ചയായും എനിക്ക് എല്ലാം സത്യഭാമയ്ക്ക് മുന്നിൽ തുറന്ന് പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഷാലി പറയണം. അങ്ങനെ ഈ സമയമൊക്കെ ഷാലി തൻ്റെ ഫോണെടുത്ത് ഹർഷൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഹർഷൻ ഒരാളുമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത്, അതായത് തൻ്റെ കൂട്ടുകാരനുമായിട്ട് തന്നെയാണ് ഹർഷൻ സംസാരിക്കുന്നത്. അങ്ങനെ ഹർഷനെ ഒരു തരത്തിലും കിട്ടുന്നില്ല കേട്ടോ. ഹർഷൻ മധുശ്രീക്ക് വിളിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് മധുശ്രീയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സീനുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ഹർഷന് ഒരുപാട് തവണ ഷാലിനി വിളിക്കുമ്പോൾ ഹർഷനെ കിട്ടുന്നില്ല. ഈശ്വര ഈ വഴിയും എന്നെ അടക്കുകയാണ്, എൻ്റെ വിഷ്ണുവേട്ടൻ എനിക്ക് എവിടെയൊക്കെ ഉണ്ടായിരുന്നു, അകന്ന് നിൽക്കുകയാണെങ്കിൽ എന്നെ വിടില്ല എന്നൊരു ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ വിഷ്ണുവേട്ടൻ ഇപ്പം മൗനമാണ്, ഇങ്ങനെയൊക്കെ ആയിട്ടും മൗനത്തോടു കൂടി നിൽക്കുമ്പോൾ എനിക്ക് തീർച്ചയായും എൻ്റെ വിഷ്ണുവേട്ടനെ നഷ്ടപ്പെടുമോ, സത്യാമ്മ പറഞ്ഞ വാക്കുകൾ, ഏതാനും നിമിഷങ്ങളുള്ള ഇനി വിവാഹം നടക്കാരെന്ന് പറഞ്ഞ വാക്കുകൾ, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സങ്കടം താങ്ങുന്നില്ല ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയണം. അപ്പോൾ ഈ സമയം ഹർഷനാണെങ്കിൽ ഒരു ഗാന്ധിനഗർ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് ഹർഷൻ തൻ്റെ കൂട്ടുകാരനെ വിളിക്കണം, ഞാൻ ഈ പറഞ്ഞ മധുശ്രീക്ക് വിളിച്ചു. അപ്പോൾ ഷാലിനി ഇപ്പുറത്ത് കോൾ ചെയ്തും കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിസി എന്നുള്ള ആ ഒരു ഇതാണ് കിട്ടുന്നത്. അങ്ങനെ ഞാൻ വിളിച്ചു, പക്ഷേ അവൾ ഫോൺ എടുക്കുന്നില്ല, ഒത്തിരി തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല. അവളുടെ വീട്ടിലോട്ട് ഞാൻ പോയി, പക്ഷേ അവൾ എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ പറയണേ, ഹർഷ നീ കൈവിടാണ്ട, അവളെ തന്നെ പിടിച്ചോ, അവളെന്തായാലും കിട്ടുമെന്ന് പറയണേ. കുറച്ച് നേരമൊക്കെ ഞാൻ അവളെ വിളിച്ച് നോക്കും, എടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കി ഞാനങ്ങ് പോകും എന്ന് ഹർഷൻ പറയാണ്. അപ്പോഴാണ് അതിനെ അങ്ങനെ സെക്യൂരിറ്റി പോകുന്നതായിട്ട്, അതായത് ഈ അമ്പലത്തിലെ സെക്യൂരിറ്റി ആ വഴി പോകുമ്പോൾ, ഇത് അയാളാണല്ലോ, ആ മേഡം തന്ന ആ ഫോട്ടോയിൽ കാണുന്ന ആളെന്ന് പറഞ്ഞിട്ട് തൻ്റെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അതെ അത് അയാൾ തന്നെ, ഹർഷൻ തന്നെ ഇങ്ങനെ പ്രതിജ്ഞ ചെയ്യാണ്. അങ്ങനെ ഈ സമയം ഷാലിനി എപ്പോഴും ഹർഷനെ വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല.
അങ്ങനെ ഈ സമയം പെട്ടെന്ന് സെക്യൂരിറ്റിയുടെ ഫോൺ കോൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഷാലിനി പറയുന്നുണ്ട്, ഈശ്വര എനിക്ക് കഴിവിടില്ല എന്ന് തോന്നുന്നു, ഈശ്വരൻ എന്നെ ലാസ്റ്റ് നിമിഷമെങ്കിലും എൻ്റെ ഈശ്വരൻ എന്നെ വന്ന് രക്ഷിക്കും എന്നൊക്കെ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് ഷാനിയുടെ ഫോണിലോട്ടൊരു കോൾ വരുന്നത് കേട്ടോ. ഷാനി പെട്ടെന്ന് എടുക്കുകയാണ്. അപ്പോൾ പറയൂ എന്നിങ്ങനെ പറയണം. അയാളുടെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അയാളുടെ അടുത്തേക്ക് പറയണേ, ഞാൻ അമ്പലത്തിലെ സെക്യൂരിറ്റിയാണ്, മനസ്സിലായി, പറഞ്ഞോളൂ. അതെ, നിങ്ങൾ പറഞ്ഞ ആളെ ഞാൻ ഗാന്ധിനഗറിൽ വെച്ച് കണ്ടിരിക്കുന്നു എന്ന് പറയട്ടെ. അത് കേൾക്കുന്ന ഷാനി പറയണേ, നിങ്ങളായിട്ട് അടുത്തോട്ട് പോയി പെട്ടെന്ന് ഫോൺ കൊടുക്കുന്നത് പറയുമ്പോൾ ഷാലിനി അത് പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ പറയാണ്, അയ്യോ ഞാനും അയാൾ കുറേ ദൂരത്താണെങ്കിലും ഞാൻ നോക്കാം, മാഡം ഇവിടെ വന്നോളൂ. അപ്പോൾ ഷാലിനി പറയുന്നുണ്ട്, അയാളെ എങ്ങനെയെങ്കിലും പിടിച്ച് നിർത്തുക എന്ന് പറയട്ടെ. ഈ സമയം ഷാലിനിയാണെങ്കിലോ അപ്പോൾ മുറ്റത്തോട്ട് ഓടുകയാണ്. അപ്പോൾ ഒരു വണ്ടി പോലും ഇല്ല, ഷാലിനിയുടെ വണ്ടിയും ഇല്ല. അങ്ങനെ ഷാലിനി ഒരു ഓട്ടോക്ക് കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഓട്ടോക്ക് കൈ കാണിക്കുമ്പോൾ ഓട്ടോ നിർത്തുന്നില്ല. അങ്ങനെ ഷാലിനി അങ്ങനെ ഗാന്ധിനഗറിലോട്ട് ഓടി വരികയാണ് കേട്ടോ. ഇതേ സമയം ഹർഷൻ്റെ അരികിലോട്ട് ഇയാൾ എത്തിയിരിക്കുന്നു, അതായത് ഈ സെക്യൂരിറ്റി എത്തിയിരിക്കുന്നുണ്ട്. ഹർഷനോട് പറയണത്, എൻ്റെ മേഡം നിങ്ങളെ കാണാൻ വേണ്ടി ഒത്തിരിയായി അമ്പലനടയിൽ നടക്കുന്നത്, പക്ഷേ നിങ്ങളെ എനിക്ക് കാണാൻ കഴിഞ്ഞു, പക്ഷേ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ വിളി കേട്ടില്ല, അവർക്ക് എന്തോ നിങ്ങളോട് അർജൻറ്റായി പറയാനുണ്ടെന്ന് പറയണ്ട. അപ്പോൾ ഈ സമയം ഹർഷൻ പറയണേ, എന്നാൽ നിങ്ങളുടെ മേഡത്തിനൊന്ന് വിളിക്കുക എന്ന് പറയണത്. അങ്ങനെ അപ്പം തന്നെ ആ സ്ഥലം വെച്ചിട്ട് സെക്യൂരിറ്റി ഷാനിക്ക് വിളിക്കുന്നുണ്ട്. ഷാനിയാണെങ്കിൽ നട റോഡിലൂടെ ഇങ്ങനെ ഓടി തളർന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ ഷാനി ആ ഫോൺ എടുക്കണേ, എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹർഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഷാനി പറയണം, നിങ്ങളെങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് നിർത്തുക, അയ്യോ എനിക്ക് ഒത്തിരി നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ അയാളോട് പറയാം എനിക്ക് അമ്പലത്തിലെ സെക്യൂരിറ്റി പണിയുടെ ടൈമായി എന്നൊക്കെ പറയുമ്പോൾ എന്നാൽ പോയിക്കോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ കട്ട് ചെയ്യണം. അപ്പോൾ ഹർഷൻ പറയണേ, ഈ മേഡത്തിൻ്റെ നമ്പറൊന്നും എനിക്ക് തരുമോ എന്ന് ചോദിക്കണം. ആ ശരി തരാമെന്ന് പറഞ്ഞിട്ട് ആ നമ്പർ ഹർഷന് വാങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ സെക്യൂരിറ്റി അങ്ങ് പോവുകയും ചെയ്തു. എന്നാൽ ഷാലിനി ആണെങ്കിലോ ഗാന്ധിനഗറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക, ഏതാനും അടുത്തെത്തി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഹർഷനാണെങ്കിലും ഒത്തിരി നേരെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഹർഷൻ ഷാലിനിയുടെ നമ്പറിലോട്ട് വിളിക്കണം. പക്ഷേ ഷാലിനി വരുന്നതിനിടയ്ക്ക് വേറൊരു നമ്പർ ആയതുകൊണ്ട് തന്നെ ഷാലിനി കട്ട് ചെയ്ത് പോവാണ് കേട്ടോ. അങ്ങനെ പിന്നീട് ഷാലിനി ഹർഷൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഹർഷനെ കണ്ടിട്ടില്ല ഷാലിനി. പക്ഷേ ഷാലിനി കടന്നു വരുമ്പോൾ ഒരു ജീപ്പ് ഷാലിനി അങ്ങ് ഇടിച്ചിട്ട് പോവാണ് കേട്ടോ. അതോടുകൂടി ഷാലിനിയുടെ മൊബൈൽ അങ്ങ് തെറിച്ച് പോകുന്നുണ്ട്. പിന്നീട് ഷാലിനി ഒരു സൈഡിലോട്ട് വന്ന് കിടക്കുകയാണ്. പക്ഷേ അത് ഹർഷൻ്റെ കൺമുന്നിലായതുകൊണ്ട് തന്നെ ഹർഷൻ ഓടി വരികയാണ് കേട്ടോ. മേഡം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പക്ഷേ കണ്ണു തുറക്കുന്നില്ല. ഷാലിനി ബോധാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു, നെറ്റി പൊട്ടിയിരിക്കുന്നു. അങ്ങനെ പിന്നീട് ഷാലിനിയും കൊണ്ട് ഹർഷൻ തൻ്റെ ജീപ്പിലോട്ട് കോരി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് തൻ്റെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. എന്നാൽ ഈ സമയം ഹോസ്പിറ്റലിലോട്ട് വിഷ്ണു ഓടി ചെന്നിരിക്കുകയാണ്. വിഷ്ണു ചെല്ലുന്നത് വിജിക്ക് വയ്യ, കമലൻ്റെ പെങ്ങൾ വിജിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ കമലിങ്ങനെ കരയുന്നുണ്ട്. എന്താണ് ഉണ്ടായതെന്ന് ചോദിക്കുമ്പോൾ അവൾ ബാത്റൂമിലൊന്ന് തന്നെ വീണു, കാലിൻ്റെ മുട്ടിനും ഈ പറയുന്ന തലയുടെ ബാക്കിലൊക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ വിഷ്ണു പറയണത് അതൊക്കെ ആ പ്രശ്നം തന്നെയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, ഇനി എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലനോട് വിഷ്ണു ആശ്വസിപ്പിക്കണ്ടേ, ഇതൊക്കെ മതി ഇപ്പോഴത്തെ സമയത്ത്, എന്തായാലും കുഴപ്പമില്ല, അവൾക്കൊരു പനി വന്നാൽ പോലും അവൾക്ക് എന്നെ കാണണം, അവളുടെ സ്വഭാവമൊക്കെ അറിയാലോ എന്നൊക്കെ പറയുമ്പോൾ സാരമില്ലടാ, നീ സങ്കടപ്പെടണം, ഒക്കെ മാറിക്കോളൂ എന്ന് പറയുമ്പോഴാട്ടോ ഈ ഹർഷൻ്റെ ഈ വണ്ടി വന്ന് നിൽക്കണം. അപ്പം തന്നെ വിഷ്ണുവിൻ്റെ കൈകാലുകൾ ഇങ്ങനെ കുഴയുന്നത് പോലെ വിഷ്ണുവിൻ്റെ തോന്നുക, നെഞ്ചിരിപ്പ് പടപടാന്നിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ വിഷ്ണു പറയുന്നുണ്ട്, എന്തോ ഒരു മനസ്സിനൊരു സ്വസ്ഥത ഇല്ല, ആർക്കും എന്തോ ആപത്ത് സംഭവിച്ച പോലെ. അപ്പോൾ തന്നെ നീ ആ ആക്സിഡൻറ്റ് കണ്ടതുകൊണ്ടാണോ ആശാനെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഷാലിനി ഇങ്ങനെ ഹർഷൻ കൈകളിൽ കോരിയെടുത്ത് വീൽചെയറിൽ കെടുത്തതൊക്കെ ഉണ്ട്. പക്ഷേ വിഷ്ണു അത്ര കാര്യമായി ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ വിഷ്ണു പറയുന്നത്, എൻ്റെ ആർക്കോ വേണ്ടപ്പെട്ട ആർക്കോ എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നല്ല, ഈ ഹോസ്പിറ്റലിലെ ആക്സിഡൻറ്റ് കേസ് കണ്ടതുകൊണ്ടാണ്, എന്തായാലും ഹോസ്പിറ്റൽ വികസിക്കില്ല, എന്താണ് ആക്സിഡൻറ്റുകൾ കൂടുകയും ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെയുള്ള സംസാരം കമലൻ സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം ഷാലിനിയെ ഡോക്ടർ പരിശോധിക്കുന്നുണ്ട്. ഷാലിനിയുടെ നെറ്റിയിൽ സ്റ്റിച്ചൊക്കെ ഇടുകയാണ്. ഹർഷനാണെങ്കിൽ പുറത്തിങ്ങനെ കാവലായി നിൽക്കുകയാണ്. തെക്കോട്ടും വടക്കോട്ട് ഹർഷൻ നടക്കണം, ആകെ പരിഭ്രാന്തിയിലാണ്. എന്നാൽ ഈ സമയം വിഷ്ണു അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. അപ്പോൾ വിഷ്ണുവിനോട് പറയണേ, വിജയ് ഇവിടെയാണ്, നീ ഇവിടെ നിൽക്ക്, ഹർഷനെ എന്തായാലും എൻ്റെ വിജിക്ക് ഇനിയിപ്പോൾ മരുന്ന് കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഹർഷനിത് പൈസ എന്ന് പറഞ്ഞ് കൊടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിഷ്ണു വരെ നീ പോയിക്കോടോ, നീ ലാബിലോട്ട് ചെല്ലേന്ന് പറയണ്ട. അങ്ങനെ ഈ സമയം ഹർഷനെ ഇങ്ങനെ വിഷ്ണു കാണുകയാണ്. അപ്പോൾ ഹർഷൻ്റെ ആ പരിഭ്രാന്തി ആ നടത്തൊക്കെ കാണുമ്പോൾ വിഷ്ണു വല്ലാതൊരു മനസ്സിനൊരു സങ്കടം തോന്നണം. എന്ത് പറ്റിയെന്ന് ഇങ്ങനെ വിഷ്ണു ചോദിക്കും. ഹർഷൻ പറയാണ്, ഞാൻ വരുന്ന വഴിക്ക് ഒരു പെൺകുട്ടിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറയട്ടെ. ഇത് കേട്ടോടെ തന്നെ വിഷ്ണു പറയണം, ആ കുട്ടിയുടെ കൂടെ ആരും ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ആരുമില്ല, ആ കുട്ടി മാത്രമേ ഉള്ളൂ, ഇതാണ് ആ കുട്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടാവും, അതാണ് നന്മയുള്ള ആളുകൾ രക്ഷിച്ചത് എന്നിങ്ങനെ പറയുന്ന ആ ഒരു സീനാണ് കേട്ടോ. ശരിക്കും റീമേക്കിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ സ്റ്റോറി ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വിഷ്ണുവിൻ്റെ ആ നെഞ്ചിരിപ്പ് കൂടുന്നതും അതിനെക്കുറിച്ചൊക്കെ നല്ല രസമുള്ളൊരു സ്റ്റോറിയാണ് അവിടെ വരുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ ഇവിടുന്ന് അതേപോലെ തന്നെയാണ് കേട്ടോ. വിഷ്ണു ഇനി ഷാലിനിയെ കാണുന്നുണ്ട്, സത്യ തൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്, ക്ഷാമ വരുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത്.